വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്സാമിനും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ എക്കണോമിക്സ് സിലബസുമായി ബന്ധപ്പെട്ട് മോക്ക് ടെസ്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് 1-ലെ 2025 ഫെബ്രുവരിയിൽ കഴിഞ്ഞ സെറ്റ് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടർച്ചയായ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the Chamberlain model of intra-industry trade assumes that all consumers have a preference for option A, variety, option B, homogeneous good, option C, superior good, option D, inferior good. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വെറൈറ്റി ആണ്. ചാംബർലിൻ മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഫാദർ ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വാർഡ് ചാംബർലിനെയാണ് ഫാദർ ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്നത്. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് അസ്യൂം ചെയ്യുന്നത് തന്നെ ലവ് ഓഫ് വെറൈറ്റി ബേസിസ് ആണ്. മോണോപോളിസ്റ്റിക് മാർക്കറ്റിൻ്റെ മെയിൻ ഫീച്ചറും കൂടിയാണ് എന്ത് ഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ വെറൈറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Marshall Lerner conditions state that devaluation will improve the current account only if the sum of foreign elasticity of demand for export and elasticity of home countries demand for import is option A less than unity, option B greater than unity, option C equal to unity, option D none of the above. ഇവിടെ ആൻസർ വരുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നല്ല മെത്തേഡാണ് എന്ത് കറൻസി ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടാണ് ഇമ്പോർട്ടൻ്റ് കോമ്പോണൻ്റാണ് ഇത് കറണ്ട് അക്കൗണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഡീൽ ചെയ്യുന്നത് എന്ത് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ അതേപോലെ തന്നെ ട്രേഡിൽ ടേംസ് ഓഫ് ട്രേഡിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ കറൻസി ഡിവാലുവേഷൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ എക്സ്പോർട്ട് ബിക്കം ചീപ്പർ ആൻഡ് ഇമ്പോർട്ട് ബിക്കം എക്സ്പെൻസീവ് ആവും. അതായത് നമുക്കിപ്പോൾ നമ്മളെ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്ത് പോയാലാണ് എന്ത് നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കറൻസി ഡിവാലുവേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ളവർ വിദേശീയർ കൂടുതൽ വസ്തുക്കൾ ഇവിടുന്ന് എക്സ്പോർട്ട് അതായത് അവർ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഈ കറൻസി ഡിവാലുവേഷൻ ചെയ്യുന്നത്. അതെപ്പോഴും എങ്ങനെയായിരിക്കണം? ഫോറിൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഹോം കൺട്രീസ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഓർ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ മാർഷൽ ലേണർ കണ്ടീഷനിൽ പറയണത് എന്താണ്? കറൻസി ഡിവാലുവേഷൻ എക്സ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിങ് മെറ്റ്സ്ലർ പാരഡോക്സ്? ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ മെറ്റ്സ്ലർ പാരഡോക്സുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി എക്സ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ്. Option B, tariff protection increases the reward of the factor used intensively in the export industry. Option C, Metzler paradox is an exemption to Stopper-Samuelson theorem. Option D, whether the price of import of the tariff imposing country increases or decreases depend on the demand elasticity of countries for the tariff imposing countries export and the marginal propensity to consume of the എക്സ്പോർട്ടിങ് കൺട്രി ഓവർ ഇറ്റ്സ് എക്സ്പോർട്ട് ഗുഡ്സ്. ഓപ്ഷൻസ് കുറേ ഉണ്ട് അല്ലേ? മിക്കവാറും നമുക്ക് ഈ ലെവലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കലിനും ക്വസ്റ്റ്യൻസ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് മോഡലിലൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുക. ഇത് സെറ്റിൻ്റെ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഇതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി എക്സ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്.
ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് തിയറിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് 1-ൽ നമ്മൾ ഒരു തിയറി, ഇൻ്റർനാഷണൽ ട്രേഡിൽ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് ഈ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി എപ്പോഴും എന്തായിരിക്കും ലേബർ ഇൻറ്റൻസീവായി എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും. എന്നിട്ട് അതിനെ അഗെയിൻസ്റ്റ് ചെയ്തിട്ട് വേറൊരു തിയറിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ലിയോൺ-ടിഫ് പാരഡോക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് ഹെക്ഷർ ഓളിൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതായത് ഹെക്ഷർ ഓളിൻ തിയറി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി ആയ അമേരിക്ക എക്സാമ്പിൾ വെച്ചിട്ട് അമേരിക്ക എപ്പോഴും ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക, എന്തായിരിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇമ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ലിയോൺ ടിഫ് അതിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞത് അല്ലേ? ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി എന്തുകൊണ്ടാണ് ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ മെറ്റ്സ്ലർ പാരഡോസ് മെയിനായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണെന്ന് ഓർക്കുക. അതേപോലെ തന്നെ മെറ്റ്സ്ലർ പാരഡോസ് ഈസ് എൻ എക്സംഷൻ ടു സ്റ്റോപ്പർ സാമുവൽസൺ തിയറം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സെറ്റിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സംഷൻ ടു സ്റ്റോപ്പർ സാമുവൽസൺ തിയറം. എന്നിട്ട് ഈ പറഞ്ഞ ലിയോൺ-ടിഫ് പാരഡോക്സ് കൊടുക്കും, ഹെക്ഷർ ഓളിൻ കൊടുക്കും, മെറ്റ്സ്ലർ പാരഡോക്സ് കൊടുക്കും, നൺ ഓഫ് ദ അബോവ് കൊടുക്കും. അപ്പോൾ അത് ഏതാണ്? മെറ്റ്സ്ലർ പാരഡോസ് ആണ് ഇന്ത് സ്റ്റോപ്പർ സാമുവൽസൺ തിയറത്തിന് എക്സംഷനായിട്ട് വരുന്നത്. സ്റ്റോപ്പർ സാമുവൽസൺ തിയറത്തിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് അവിടുത്തെ എന്താണ് അബണ്ടൻറ്റ് ഫാക്ടറിനെ എഫക്റ്റ് ചെയ്യുകയും സ്കാർസ് ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതാണ് സ്റ്റോപ്പർ സാമുവൽസൺ തിയറി പറഞ്ഞത്. പക്ഷേ മെറ്റ്സ്ലർ പാരഡോക്സ് എന്താണ്? തിരിച്ചാണ് പറഞ്ഞത്. അതായത് ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് അവിടുത്തെ എന്താണ് അബണ്ടൻറ്റ് ഫാക്ടറിനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക, സ്കാർസ് ഫാക്ടറിനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തിരുത്തി പറഞ്ഞതാണ് എന്ത്? മെറ്റ്സ്ലർ പാരഡോസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറിയിലെ ഈ തിയറികളൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഏതൊക്കെ? ഹെക്ഷർ ഓളിൻ, മെറ്റ്സ്ലർ പാരഡോസ്, ലിയോൺ-ടിഫ് പാരഡോസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ. ക്രാമേഴ്സ് റൂൾ ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻ എ ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ്, ബി സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റി, ഓപ്ഷൻ സി സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ഓപ്ഷൻ ഡി പെർഫോം ലീനിയർ റിഗ്രഷൻ അനാലിസിസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരിക. ഏതാണ്? സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് 2x + 3y - 2z എന്ന് കൊടുത്തിട്ട് ഈ എന്ത് ചെയ്യും? ഈക്വൽ ടു 2 കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനൊക്കെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതണത്. അതായത് 3 വരുന്നതിനെ എങ്ങനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ 2 3 2 എന്നൊക്കെ എഴുതിയിട്ട് സോൾവ് ചെയ്യുന്നതാണ് എന്ത്? ക്രാമേഴ്സ് റൂള് പറയണത്. അപ്പോൾ ക്രാമേഴ്സ് റൂൾ ഈ യൂസ്ഡ് ടു സോൾവ് എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓപ്ഷൻസ് സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 5th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? The level of tariff at which welfare of the importing country reaches maximum is known as prohibitive tariff. Second option നോക്കാം. The level of tariff at which welfare of the importing country reaches maximum is known as optimum tariff. Prohibitive tariff produces autarky level of welfare. Fourth, the optimum tariff is the level of tariff that minimize the difference between terms of trade gain and dead weight loss. ഇവിടെ ഈ കൊടുത്ത 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരിക 2 and 3 ആണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പ്രൊഹിബിറ്റീവ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതെന്താണ്? രണ്ടാമത്തെ ഓപ്ഷനിൽ കൊടുത്ത ഒപ്റ്റിമം താരിഫ്. ദ ലെവൽ ഓഫ് താരിഫ് അറ്റ് വിച്ച് വെൽഫെയർ ഓഫ് ദി ഇമ്പോർട്ടിംഗ് കൺട്രി റീച്ച് മാക്സിമം ഈസ് നോൺ ആസ് ഒപ്റ്റിമം താരിഫാണ്. ഒപ്റ്റിമം താരിഫാണ് എന്ത്? വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെന്താ? പ്രൊഹിബിറ്റീവ് താരിഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഹിബിറ്റീവ് താരിഫ് ഈസ് എ ടാക്സ് ഓൺ ഇമ്പോർട്ട് ദാറ്റ് ഈസ് സോ ഹൈ ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ട്രേഡ് ഇൻ പർട്ടിക്കുലർ ഗുഡ്. അതായത് പ്രൊഹിബിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ തന്നെ, പ്രൊഹിബിറ്റ്, അതായത് ആ വേർഡ് ഓർക്കുക. എന്തായിരിക്കും? ടാക്സ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും?
പ്രിവെൻറ്റ് ദ ട്രേഡ് ഇൻ പർട്ടിക്കുലർ ഗുഡിൻ്റെ ട്രേഡ് പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത് ഈ പ്രൊഹിബിറ്റീവ് താരിഫ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിമം താരിഫ് അങ്ങനെയല്ല. ദ ലെവൽ ഓഫ് താരിഫ് അറ്റ് വിച്ച് വെൽഫെയർ ഓഫ് ദ ഇമ്പോർട്ടിംഗ് കൺട്രി റീച്ച് മാക്സിമം ഈസ് നോൺ ആസ് ഒപ്റ്റിമം താരിഫ്. വെൽഫെയർ ബേസിസിലാണ് എന്ത് ഒപ്റ്റിമം താരിഫ് ഇതാവുക. അതുപോലെ തന്നെ പ്രൊഹിബിറ്റീവ് താരിഫ് പ്രൊഡ്യൂസ് ഓട്ടാർക്കി ലെവൽ ഓഫ് വെൽഫെയർ. ഓട്ടാർക്കിയിൽ എങ്ങനെയായിരിക്കും? ഓട്ടാർക്കിയിൽ ദ കൺട്രീസ് ഇൻ ഓട്ടാർക്കി മീനിങ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് ട്രേഡ്. അതായത് ട്രേഡ് ഒന്നും ഇല്ലാത്ത ഒരു ഇതിലാണ് എന്ത് ഓട്ടാർക്കി മീൻ ചെയ്യുക. അപ്പോൾ പ്രൊഹിബിറ്റീവ് താരിഫിൽ എന്താണ് ഓട്ടാർക്കി ലെവലായിരിക്കും ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 and 3 ആണ്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോർമുല ഫോർ മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ ഈസ് given by option A MC minus P by MC, option B MC minus P divided by P, option C P minus MC divided by P, option D P minus MC divided by MC. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മൊണോപ്പൊളി മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ എന്ന് പറയുന്നത് പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഈ ഫോർമുല എന്താണ്? ഈ ഫോർമുല ഓൾസോ നോൺ ആസ് എന്താണ്? ലേണർ ഇൻഡെക്സ് എന്നാണ് ഈ ഫോർമുല ഓൾറെഡി അറിയപ്പെടുന്നത്. അപ്പോൾ മൊണോപ്പൊളി പവർ മെഷർ ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്? പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് എന്നുള്ളത്. ഇനി എന്താ? ഈ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം എപ്പോഴും എന്താണ്? ലേണർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു. ഇത് പി മൈനസ് എം സി ബൈ പി എന്നുള്ള ഇക്വേഷൻ ഓൾസോ ലേണർ ഇൻഡെക്സ് എന്ന് അറിയപ്പെടും. ഇപ്പോൾ ലേണർ ഇൻഡെക്സ് 0 ആണ്. പെർഫെക്റ്റേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ എന്താണ്? ലേണർ ഇൻഡെക്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ പ്രൈസ് എപ്പോഴും മാർജിനൽ കോസ്റ്റിന് തുല്യമായിരിക്കും. പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആയിരിക്കും എന്ത്? പെർഫെക്റ്റേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ലേണർ ഇൻഡെക്സ്. ഇനി മൊണോപ്പൊളിയുടെ ആണെങ്കിലോ? മൊണോപ്പൊളി ദ പ്രൈസ് സെറ്റ് എബവ് ദ മാർജിനൽ കോസ്റ്റും. പ്രൈസ് എപ്പോൾ എന്തായാലും മാർജിനൽ കോസ്റ്റിന് എബവ് ആയിരിക്കുമ്പോഴാണ് എന്ത്? അവിടെ ഫേം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അവിടെ എന്താണ്? പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആയിരിക്കും. മൊണോപ്പൊളി എന്തായും? പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് എപ്പോഴും മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? എബവ് ദ പ്രൈസ് സെറ്റ് എബവ് ദ മാർജിനൽ കോസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇനി 7th ക്വസ്റ്റ്യൻ. ദ ഇമ്പോസിബിൾ ട്രിനിറ്റി സ്റ്റേറ്റ് ദാറ്റ് എ കൺട്രി കനോട്ട് സൈമൾട്ടേനിയസ്ലി മെയിൻറ്റെയിൻ ഓപ്ഷൻ എ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ട്രേഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫിസിക്കൽ ഡിസിപ്ലിൻ, ഓപ്ഷൻ ബി ഫ്രീ ട്രേഡ്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫിസിക്കൽ പോളിസി, ഓപ്ഷൻ സി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ക്യാപിറ്റൽ കൺട്രോൾസ് ആൻഡ് മോണിറ്ററി ഓട്ടോണമി, ഓപ്ഷൻ ഡി ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്രീ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫ്രീ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇമ്പോസിബിൾ ട്രിനിറ്റി പ്രകാരം ഈ 3 ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും 2 മാത്രം. ഇപ്പോൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റോ അല്ലെങ്കിൽ ഫ്രീ ക്യാപിറ്റൽ മൂവ്മെൻറ്റോ മാത്രം പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ക്യാപിറ്റൽ മൂവ്മെൻറ്റോ ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസിയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസിയോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റോ മാത്രമേ എന്താണ് ഈ ഇമ്പോസിബിൾ ട്രിനിറ്റിയിൽ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. 3 കൂടി ഒരുമിച്ച് പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെഡ്യൂസസ് ടു കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ when the elasticity of substitution between input equals option A 0, option B 1, option C greater than 1, ഓപ്ഷൻ ഡി ലെസ്സർ ദാൻ 1. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 ആണ്. അതായത് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു 1. അതായത് അറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് 1 ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ ഈസ് ഓൾവേസ് സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻപുട്ട് റേഷ്യോ. അതായത് ഒരു എന്താ പറയുക, 1 ഇൻപുട്ട് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിരിക്കും? അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താണ് മെയിനായിട്ട്? ലേബറും ക്യാപിറ്റലും ആണ് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുക. അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ എന്താണ് ഈക്വൽ ടു 1 ആണ് കോപ്പ് ഡഗ്ലസി വരിക. പക്ഷേ വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻപുട്ട് റേഷ്യോ ആയിരിക്കും, അതിൽ ഇത്തിരി ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇനി നേരത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ബിഗ് പുഷ് തിയറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നെസസറി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഞാൻ മുന്നേ പറഞ്ഞു ബിഗ് പുഷ് ഇല്ലാത്ത ഒരു PSC എക്സാമും ഉണ്ടാവും, എക്കണോമിക്സ് ഏരിയയിൽ നിന്നുള്ളൊരു PSC എക്സാം ഉണ്ടാവില്ല. സെറ്റ് ആയാലും നെറ്റ് ആയാലും ഏത് എക്സാമിനായാലും ബിഗ് പുഷ് തിയറി ഉണ്ടായിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ബിഗ് പുഷ് തിയറി വിച്ച് ഓഫ് ദ ഫോളോയിങ് നെസസറി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് നെസസറി ആണെന്ന് പറയണ ഘടകങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്ന്. ഓപ്ഷൻ എ ഗ്രാജുവൽ ഇൻക്രിമെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ലാർജ് സ്കെയിൽ കോർഡിനേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ സി ഫോക്കസ് ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി റിഡക്ഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ആ ടൈമിൽ തന്നെ ബിഗ് പുഷിൻ്റെ ക്ലാസ് എക്കണോമിക്സ് എഡിബിൾസിൽ സെറ്റ് PYQ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്. ബിഗ് ഇതിൽ തന്നെ ലാർജ്, അതായത് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആണ് എപ്പോഴും. ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ എക്കോണമിക്ക് ആ വിഷസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ളൂ എന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ പി ലാർജ് സ്കെയിൽ കോർഡിനേറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്, അതായത് കോർഡിനേറ്റഡ് പറഞ്ഞു. അതിൽ 3 കൈൻഡ് ഓഫ് ഇൻഡിവിസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റി ഇൻ സപ്ലൈ ഓഫ് സേവിങ്, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പോയിന്റ് ആയിരുന്നു എന്താ, ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റിയുടെ, അതായത് ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ന്യൂ പ്രൊജക്റ്റും ന്യൂ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റർപ്രണേഴ്സിന് ഒരു മോട്ടിവേഷൻ ആവും. അതുവഴി അവിടുത്തെ ടോട്ടലി ഇൻഫ്രാസ്ട്രക്ചർ പുതിയ വരുമ്പോൾ അവിടുത്തെ റോഡ്, മറ്റ് ഗതാഗതം, മറ്റ് സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മ്യൂച്വൽ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുക എന്നൊക്കെ ബിഗ് പുഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിഗ് എന്നുള്ള പേരിൽ തന്നെ ആലോചിക്കുക, എല്ലാം ലാർജ് സ്കെയിലായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. നാഷണൽ വാട്ടർ മിഷൻ വന്ന ഇയർ ലിസ്റ്റ് 2ൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നാഷണൽ വാട്ടർ മിഷൻ എന്നാണ് വരുന്നത്? ഏതായിട്ടായിരിക്കും ബന്ധപ്പെടുക? 2011 നാഷണൽ വാട്ടർ മിഷൻ വന്നിട്ടുള്ളത്. നാഷണൽ വാട്ടർ മിഷനിൽ വരിക? കൺസർവ് വാട്ടർ, അതായത് മിനിമൈസ് വാട്ടർ വേസ്റ്റേജ് ഒക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ മോട്ടോ വരിക. 2011 അപ്പോൾ A3 ആണ് വരിക. ബി നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. നമുക്ക് ആലോചിക്കാം, ഈ തന്നിരിക്കുന്ന വർഷങ്ങളിൽ എന്തായാലും റീസെൻ്റ് ആയിട്ടുള്ള വർഷമായിരിക്കും. കാരണം ഇപ്പോൾ ഡൽഹിയിലൊക്കെ പൊല്യൂഷനൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നാണ്? ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഈ കൊടുത്തതിൽ ഈ അടുത്ത് കിടക്കുന്ന വർഷം ഏതാണ്? ലിസ്റ്റ് 2ലെ 4ലെ 2019 കിടക്കുന്നത്. അപ്പോൾ ഈ ക്ലീൻ എയർ പ്രോഗ്രാം പ്രകാരം എന്താണ്? വിത്ത് ദ ഇംപ്രൂവിങ് എയർ ക്വാളിറ്റി ഇൻ 131 സിറ്റീസ് അക്രോസ് ഇന്ത്യയിലെ ഒരു 131 സിറ്റീസിൽ എന്തിട്ടാണ് എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് ക്ലീൻ എയർ പ്രോഗ്രാം 2019 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഈ 2024 കേരളത്തിൽ നിന്ന് ഏറ്റവും ക്ലീൻ എയർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഗുഡ് ഇംപ്രൂവിങ് എയർ ക്വാളിറ്റി ഉള്ള സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് അറിയോ? തൃശ്ശൂർ ജില്ലേനെയാണ് 2024 കേരളത്തിൽ നിന്ന് ഉള്ള ജില്ലയായിട്ട് തിരഞ്ഞെടുത്തത് തൃശ്ശൂരിനെയാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ആണ് നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി. അത് ലിസ്റ്റ് 2ൽ ഏതായിട്ടാണ് ബന്ധപ്പെടുക? നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി 2006 വന്നിട്ടുള്ളത്. അപ്പോൾ 2. ഡി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി നിലവിൽ വന്നത് എന്താണ്? ഓപ്ഷൻ 1ൽ, അതായത് ലിസ്റ്റ് 2ൽ 1 2003. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, ഞാൻ നേരത്തെ ബി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുക.
അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.